കാസർഗോട്ടെ കർണാടക അതിർത്തി ഗ്രാമങ്ങളിൽ സ്വയം സഹായ സംഘത്തിന്റെ പേരിൽ തട്ടിപ്പ് പരാതി. SKDRDP BC ട്രസ്റ്റ് എന്ന പേരിൽ കർണാടകത്തിൽ നിന്നുള്ളവരാണ് പണം പിരിക്കുന്നത്. യാതൊരു രേഖയും നൽകാതെയാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ പേരിലുള്ള മൈക്രോ ഫൈനാൻസ് സ്ഥാപനത്തിന്റെ പണമിടപാട്. തട്ടിപ്പ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇടപാടുകാർ. കുടുംബശ്രീ മോഡലിൽ എന്ന് പറഞ്ഞാണ് കർണാടക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന SKDRP BC ട്രസ്റ്റിന്റെ പേരിൽ ആളുകളെ സമീപിക്കുന്നത്. ഗ്രാമീണരായ സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യമിട്ടാണ് പ്രവർത്തനം. 5 പേര് 20 പേര് വരെ ചേർക്കും. ആദ്യമായിട്ട് ചേർത്തിട്ട് അപ്പോൾ ആഴ്ച 10 രൂപയെന്ന് തൊട്ട് 100 രൂപ വരെ അവർ ഈടാക്കുന്നത്. ഒരാഴ്ച 2 ആഴ്ച നമുക്ക് പൈസ കെട്ടാൻ പറ്റില്ല. പറ്റാതിരിക്കുമ്പോൾ അവർ വന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഭീഷണി പെടുത്തും. അതിൽ ശ്രീക്ഷേത്ര ധർമ്മസ്ഥല എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ ദേവൻ്റെ മഞ്ജുനാഥ സ്വാമിയുടെ ഫോട്ടോ വെച്ചിട്ടാണ്. പിന്നീട് അവരെ അധ്യക്ഷനായ വീരേന്ദ്ര ഹെഗ്ഗഡെ ജൈനാണ്. അവരുടെ ഭാര്യയുടെ പേര് വെച്ചിട്ടാണ് ഫോട്ടോ വെച്ചിട്ടാണ് ഈ ബുക്ക് കൊടുക്കുന്നവർ. ഇവർ ലോണും നൽകും, പക്ഷേ കടുത്ത പലിശയാണ്. ലോൺ തിരിച്ചടച്ചതിനോ ആഴ്ചയിൽ പിരിക്കുന്ന പണത്തിനോ രേഖകളൊന്നും നൽകില്ല. കുടുംബശ്രീ മോഡലിലാണെന്ന് പറയുന്നത്. പക്ഷേ കുടുംബശ്രീ മോഡലിൽ കാണുന്നില്ല. ബാങ്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കുടുംബശ്രീക്ക് ബാങ്കുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഇവർ തരുന്ന ബുക്കിലാണ് ഇവർ എൻ്റർ ചെയ്യുന്നത്. സേവിങ്സ് ആയി പണം വാങ്ങുന്നുണ്ട്. ഈ പണത്തിന് ഒരു കണക്കും കാര്യങ്ങളും ഈ മെമ്പർമാരുടെ കയ്യിലില്ല. കർണാടകത്തിലും കേരളത്തിലും നിരവധി പരാതികൾ. It is multi-crore scam, sir. There are 41 complaints already registered against SKDRDP in Karnataka. സാധാരണക്കാരായ ജനങ്ങളെ പിഴിഞ്ഞുള്ള ഈ തട്ടിപ്പ് സംഘത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്. മറ്റൊരു തട്ടിപ്പിന്റെ വാർത്ത കൂടി. ആരാണ് തട്ടിപ്പ് നടത്തിയതെന്ന് നമുക്ക് സിജു കണ്ണനോട് ചോദിച്ചാലോ? ശരി, സിജു കണ്ണൻ കാസർഗോഡ് നിന്ന് ചേരുകയാണ്. അപ്പോൾ കാസർഗോഡാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ പേരിലുള്ള മൈക്രോ ഫിനാൻസ് വായ്പയുമായി ബന്ധപ്പെട്ടാണ് കോടികളുടെ തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത്. ഈ തട്ടിപ്പ് നടന്ന മേഖല എന്ന് പറയുന്നത് കർണാടക, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് തട്ടിപ്പ് നടന്നുവെന്ന ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ആക്ഷൻ കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി നിലവിൽ രംഗത്തെത്തിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലുള്ളതുപോലെ കുടുംബശ്രീ മാതൃകയിൽ സ്വയം സഹായ സംഘങ്ങൾ ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ പേരിലുള്ള ഒരു ട്രസ്റ്റിന്റെ പേരിലാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ്. ശ്രീ ക്ഷേത്ര ധർമ്മസ്ഥല റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ബാങ്ക് ബിസിനസ് കറസ്പോണ്ടന്റ് ട്രസ്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതുവഴി മൈക്രോ ഫിനാൻസ് വായ്പയാണ് നൽകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിന് നിയമപരമായി അംഗീകാരമില്ല എന്നുള്ളതാണ്. 64 ലക്ഷത്തോളം അംഗങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് വർഷങ്ങളായി ഇത് പ്രവർത്തിക്കുന്നു. കേരളത്തിൽ തന്നെ കാസർഗോഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ 20 വർഷത്തിലധികമായി ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുടുംബശ്രീ മാതൃകയിൽ ആഴ്ച തവണകളായി 10 രൂപ മുതൽ 100 രൂപ വരെ പിരിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളുടെ പേരിൽ ഉണ്ടാക്കുന്നു. ഈ പണമെടുത്ത് വായ്പ നൽകുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഉയർന്ന പലിശക്കാണ് ഇത് വായ്പ നൽകുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കർണാടകയിലെ സർക്കാർ ഫണ്ട് കൂടി ഇതിനായി വിനിയോഗിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആക്ഷൻ കമ്മിറ്റി അത്തരത്തിലുള്ളൊരു പരാതിയാണ് ഉന്നയിച്ചിരിക്കുന്നത്. കർണാടകയിൽ കുടുംബശ്രീ മാതൃകയിലുള്ള സ്വയം സഹായ സംഘങ്ങൾക്ക് സഞ്ജീവനി പദ്ധതി വഴി 3.5% പലിശയ്ക്ക് സർക്കാർ സഹായം നൽകും. ഈ പണം ഈ സ്വയം സഹായ സംഘങ്ങളുടെ പേരിലേക്ക് മാറ്റുന്നു. അതിനുശേഷം 13% മുതൽ മുകളിലോട്ട് ഉയർന്ന പലിശ, അതായത് വട്ടിപ്പലിശ എന്ന് തന്നെ പറയാം, പലരും സംസാരിച്ചു. നിരവധി പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ ചിലർ പറയുന്നത് 13% പലിശ, ചിലർ പറയുന്നത് 16% പലിശ. ഇതിനൊന്നും ഒരു രേഖകളില്ല എന്നുള്ളതാണ്. അടച്ച പണത്തിന്റെ രസീതോ അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പാസ്ബുക്കോ ഇല്ല. ഒരാൾ ഒരു വായ്പ എടുത്തു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ അടച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. എത്ര തുക താൻ അടച്ചു എന്നൊരു കണക്ക് പോലും ഇവർക്ക് വ്യക്തമല്ല. ഇന്നലെ സംസാരിച്ച ഒരാൾ പറഞ്ഞത് 2 ലക്ഷം രൂപ അയാൾ വായ്പ എടുത്തു, പക്ഷേ അയാൾ ഏതാണ്ട് 2,80,000 രൂപ നിലവിലടച്ചു. ഇനിയും 2.5 ലക്ഷം രൂപ കൂടി അടക്കണമെന്നാണ് ചോദിച്ചപ്പോൾ പറയുന്നത് എന്നാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വട്ടിപ്പലിശ എന്ന് തന്നെ പറയാം. ഈ വായ്പക്കാരെ ഇൻഷുറൻസ് ചെയ്യാൻ എന്ന പേരിലും പണം പിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒന്നിനും ഓൺലൈൻ ഇടപാടില്ല.
അതായത് നിലവിൽ ഗൂഗിൾ പേ അതോടൊപ്പം തന്നെ ഇത്തരം ഓൺലൈൻ ട്രാൻസാക്ഷനുകളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് പണം കൈമാറ്റത്തിന്. പക്ഷെ അത്തരം പണം കൈമാറ്റം ഇവിടെ സാധ്യമല്ല. നേരിട്ട് കറൻസിയായി കൊടുക്കണമെന്നാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രേഖകളില്ലാതെ പണം കൈകാര്യം ചെയ്യുന്നതിനായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നത്. 100 കോടിയിലധികം രൂപ ആഴ്ചയിൽ ഇത്തരത്തിൽ വിനിമയം നടക്കുന്നുണ്ട് എന്നാണ് ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത്. പണമടക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അവരെ ഗുണ്ടാ സംഘങ്ങളെത്തി ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 20 വർഷത്തിലധികമായി ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ നിക്ഷേപം 10 രൂപ മുതൽ 100 രൂപ വരെ നൽകുന്ന ആളുകൾക്കും പണം പലർക്കും നൽകാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പലരും ഈ തട്ടിപ്പ് എന്ന പരാതി ഉയർന്ന സാഹചര്യത്തിൽ പണം തിരികെ ചോദിച്ചിരുന്നു. 50,000, 1 ലക്ഷം അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ചേർന്ന ആളുകൾക്ക് നിക്ഷേപമായി ഇങ്ങനെ വലിയ തുകയുണ്ട്. ഈ തുകയൊന്നും തിരിച്ചു നൽകുന്നില്ല എന്നൊരു പരാതിയാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത്. ഏതായാലും കേരളത്തിൽ ഉള്ള ആളുകൾ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള മേഖലകളിലുള്ള ആളുകൾ നിലവിൽ ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തട്ടിപ്പിന്റെ സംശയം വരുന്ന സമയത്ത് ഇവർ പ്രധാനമായും വിവരാവകാശ നിയമപ്രകാരം ഇതിന്റെ രേഖകൾ ആവശ്യപ്പെട്ട് പല സ്ഥലങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ അത്തരമൊരു രജിസ്ട്രേഷൻ ഈ സ്ഥാപനത്തിന് ഇല്ല എന്നുള്ളതാണ്. കുടുംബശ്രീ അടക്കം നമ്മുടെ നാട്ടിൽ രൂപീകരിക്കുമ്പോൾ, സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുമ്പോൾ അതിന് കൃത്യമായ രജിസ്ട്രേഷൻ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇവരുടെ സ്വയം സഹായ സംഘത്തിന് എവിടെയും രജിസ്ട്രേഷൻ ഇല്ല. നേരിട്ട് കറൻസി എന്ന നിലയിൽ തന്നെ പണം കൈകാര്യം ചെയ്യുന്നു. ഒരു രേഖകളില്ല, ബാങ്ക് പാസ്ബുക്ക് ഇല്ല, പണം അടക്കുന്നതിനോ കൊടുക്കുന്നതിനോ രസീതോ ഇല്ല. ഇങ്ങനെ വലിയൊരു തട്ടിപ്പ് നടന്നു എന്ന ഒരു ആരോപണമാണ് ആക്ഷൻ കമ്മിറ്റി ഉന്നയിച്ചിരിക്കുന്നത്. 100 കണക്കിന് ആളുകളാണ് പരാതിയുമായി രംഗത്ത് വരുന്നത്.